ഗൈസ്, അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അക്വാഗാർഡിൻ്റെ ക്രിസ്റ്റൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബൂസ്റ്റർ അല്ലാത്തതുമായ എല്ലാ മെഷീൻസിലും ജസ്റ്റ് ഓവർഫ്ലോ കംപ്ലയിൻറ്റുകൾ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്താ കംപ്ലയിൻറ്റ് മാറ്റാൻ എളുപ്പം വഴിയെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് അറിയാവുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിയാമത്തായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫ്ലോട്ടിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും, ഇങ്ങനെ ഫ്ലോട്ടിൻ്റെ സ്വിച്ച് വന്ന് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ നീളം സിമ്പിളായിട്ട് കൂട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു കട്ട് ഓഫ് കുറച്ചുകൂടി താത്താൻ പറ്റും, അല്ലെങ്കിൽ ഫ്ലോട്ട് മാറ്റി വേറെ ഇടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ ചെറിയൊരു പീസ് ട്യൂബ് കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടുകയാണ് ചെയ്തേക്കുന്നത്, ചെറിയ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സാധനം ഉരുട്ടാൽ മതി. ഇപ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും കട്ട് ഓഫ് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ അല്ലെങ്കിൽ താഴെ ലീക്ക് വരുന്നുണ്ട്, എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കൊച്ചിയിലാണ് നമ്മുടെ മെയിൻ സർവീസ് അല്ല, വേറെ എവിടെയെങ്കിലും നമ്മൾ ചെയ്തു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ലെങ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു മെഷീൻസ് ഇതേപോലത്തെ സ്റ്റോറേജ് മെഷീൻസ് ഉപയോഗിക്കുമ്പോൾ ഡെയിലി ലീക്കും കാര്യങ്ങളും വരുന്നുണ്ട്, നമുക്ക് താഴെ വെള്ളം വീഴുന്നുണ്ട്, നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇത് കറക്റ്റ് ആ ഒരു ടാങ്കിൻ്റെ ടോപ്പ് എൻഡിൽ വന്നിട്ടാണ് ഇത് കട്ട് ഓഫ് ആകുന്നത്. അങ്ങനെ കട്ട് ഓഫ് ആകുമ്പോൾ ഉറപ്പായിട്ടും വെള്ളം കറക്റ്റായിട്ട് വീഴും. പിന്നെ അത്യാവശ്യം പ്രഷർ കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിറഞ്ഞിട്ടേ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ മതി, കുറച്ച് ഓരോ ഡ്രോപ്പായിട്ട് ഈ സൈഡിൽ കൂടി ഒഴുകി നേരെ അകത്ത് വരും, അത് നേരെ താഴെ വീഴും. അങ്ങനെ ഇതാണ് മെഷീനുണ്ട്. ഈ ഒരു മെഷീൻസ് ഇതിൻ്റെ പല ഇതിലുണ്ട്. അപ്പോൾ എല്ലാത്തിലും സെയിം പ്രശ്നം തന്നെയാണ് വരുന്നത്. ഇപ്പം ഈ ഒരു ഓവർഫ്ലോ, അപ്പോൾ അങ്ങനെ ഓവർഫ്ലോ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ കൂട്ടാൻ ഡയറക്റ്റ് പറ്റാത്തവർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്ത് അത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺഫേം ആയിട്ട് മാറിത്തരും. അപ്പോൾ നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയല്ല, നിങ്ങൾക്കുള്ള ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും വാട്ടർ പ്യൂരിഫയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കംപ്ലയിൻറ്റ്സിനും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം പുതിയൊരു ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും പഴയത് കംപ്ലയിൻറ്റ് സർവീസ് ചെയ്യാനാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ബോർഡ്സും നമ്മുടെ അവൈലബിൾ ആണ്. അതായത് എല്ലാ മെഷീൻ്റെയും ബോർഡും കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ എല്ലാ തരം സർവീസുകളും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.